ഹലോ. ഹലോ സർ. എന്താണ് ക്യാമറയും ക്രൂ ഒന്നും ഇല്ലാതെ ഒറ്റയ്ക്ക്? സർ, മനുവിന്റെ മർഡറുമായി ബന്ധപ്പെട്ട് സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ന്യൂസ് സാറാണ് ഇതിന് പിന്നിലെന്നാണ്. ഇപ്പോൾ മീഡിയയും പോലീസും എല്ലാം സാറിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. മാത്രമല്ല, ഇൻവെസ്റ്റിഗേഷന് വേണ്ടി പുതിയ ഒരാളെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും അത് പ്ലാന്റഡ് ആണ് സർ. അയാളെ അന്വേഷിച്ചാൽ അവസാനം സാർ തന്നെ ആയിരിക്കും പ്രതി. ഞാൻ ചെയ്യുന്നത് എന്താണെന്നും ചെയ്യാത്തത് എന്താണെന്നും എനിക്ക് നന്നായിട്ടറിയാം. ഇപ്പോൾ ആരതി എന്നെ അവിശ്വസിക്കുന്നുണ്ടല്ലേ? ഒരിക്കലും ഇല്ല സർ. സർ, 2-3 കിലോമീറ്റർ ദൂരത്ത് നിന്ന് പോലും ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സ്നൈപ്പർ ഗണ്ണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. താൻ പറയുന്നപ്പോ മർഡർ പുറത്തുനിന്നുള്ള ഒരാളാണെന്നാണോ? മനുവിന് ഒരുപാട് ശത്രുക്കളുണ്ട്. അവരുടെ സ്റ്റാറ്റസും സിറ്റുവേഷനും നോക്കുമ്പോൾ പുറത്തു നിന്നൊരു വാടക കൊലയാളിയുടെ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതൊരു ഊഹം മാത്രമല്ലേ ആവുന്നുള്ളൂ. ഇറ്റ്സ് നോട്ട് എ വൈൽഡ് ഗസ്. തൽക്കാലം താൻ കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കോംപ്ലിക്കേറ്റഡ് ആക്കാൻ നിൽക്കണ്ട. പാടത്ത് മുണ്ടിയെ പിടിക്കാൻ പോകുന്ന നല്ല വെടിക്കാരുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത്. അതുകൊണ്ട് സ്നൈപ്പറുടെ ജാതകവും ഭൂമിശാസ്ത്രവും നോക്കി സമയം കളയാതെ ആ ജാക്കി അങ്ങ് അറസ്റ്റ് ചെയ്യും. സർ, തെളിവൊന്നുമില്ലാതെ എങ്ങനെയാണ് സർ? തെളിവുകളെല്ലാം നമ്മുടെ മുന്നിലേക്ക് വരില്ലല്ലോ. തെളിവുകൾ നമ്മൾ ഉണ്ടാക്കുകകൂടി ചെയ്യണ്ടേ? ఏమంటే సార్ ఎక్కడికి వెళ్ళొద్దన్నారు కార్యమీ? തനിക്ക് മലയാളം അറിയില്ല? ഒട്ടും അറിയില്ല സാർ, തെലുങ്കേ അറിയൂ. ജാക്കി എവിടെ? ഇരിക്കണം സാർ. സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല, മാറോ. എങ്ങോട്ട്? അകത്തേക്ക് കയറാൻ പറ്റില്ല. ജാക്കി ഇങ്ങോട്ട് വരും. നോ. സ്റ്റേ. മിസ്റ്റർ സാഗർ, ഞങ്ങൾ വന്ന് എന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഐ ഡോണ്ട് നോ. എന്തായാലും വന്ന കാലിൽ നിൽക്കാതെ നിന്ന കാലിൽ തന്നെ നിന്നോണ്ട് വന്ന കാര്യം പറ സാറേ. ചെപ്പണ്ടേ? മനുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ എടുക്കാനാണ്. ചോദ്യം ചെയ്യാൻ എന്തിനാ കസ്റ്റഡി? ചോദ്യം ചെയ്താ പോരെ? താൻ എനിക്ക് നിയമം പഠിപ്പിച്ചു തരാണോ? കസ്റ്റഡിയിൽ എടുക്കണോ വേണ്ടോന്ന് ഞാൻ തീരുമാനിക്കും. അങ്ങനെ സാർ ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ മാത്രം അങ്ങനെ. എന്നെ ചോദ്യം ചെയ്യണമെങ്കിൽ ഞാനും കൂടെ അറിഞ്ഞേ പറ്റൂ. സോറി, ഈ നാട്ടിലെ നിയമം എനിക്ക് തന്നിരിക്കുന്ന പൗരാവകാശമാണത്. മനുവിൻ്റെ കൊലപാതകത്തിന് പിന്നിൽ ഞാനാണ് എന്നുള്ളതിൻ്റെ എന്ത് തെളിവുകളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? എനിക്കെതിരെ പരാതികളോ തെളിവുകളോ സാക്ഷിമൊഴികളോ അങ്ങനെ എന്തെങ്കിലും? പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സംശയത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യാം. അങ്ങനെ ഉണ്ടാകാതിരിക്കാനാണ് കോടതിയിൽ നിന്ന് കുറച്ച് കടലാസുകളുമായി ഇയാൾ ഇവിടെ നിൽക്കുന്നത്. വക്കീലേ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുത്തേക്ക്. പുതിയ പയ്യനല്ലേ, കാം. അവന് നിയമം അറിയാം സർ. അറിയാമെന്നല്ല, ഒരുപക്ഷെ നമ്മളെക്കാൾ നന്നായി അറിയാമെന്ന് വേണം പറയാൻ. ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിൽ എടുത്താൽ പിന്നെ പ്രതി നമ്മളാവും. ഭയമില്ലാത്തവനെയും നിയമം അറിയുന്നവനെയും വളരെ സൂക്ഷിക്കണം. എടുത്തു ചാടി അബദ്ധം കാണിച്ച പല അനുഭവങ്ങളുണ്ട് നമ്മുടെ പോലീസിന്. ജെന്യൂനായ ഒരു പരാതി പോലും ഇതുവരെ സാഗറിനെതിരെ കിട്ടിയിട്ടില്ല. അത്രേ ഉള്ളൂ. എത്ര പരാതി വേണം തനിക്ക്? ഇനി സാക്ഷി വേണോ? അതും തരാം. അത് മതി സാർ, അത് മതി. ഇവർക്കെന്തോ നിന്നോട് ചോദിക്കാനുണ്ടെന്ന്. അത് പിന്നെ മറ്റൊന്നുമല്ല മാഡം, അന്വേഷണത്തിന്റെ വലിയൊരു ഏരിയ കവർ ചെയ്ത് കഴിഞ്ഞു. എന്നാൽ അതിന് ചില... ഞാൻ തെളിച്ചങ്ങോട്ട് പറയാം. മനുവിനെ കൊന്നത് സാഗറാണെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. പക്ഷേ അതിന് ചില തെളിവുകളും കൂടി വേണം. അതായത് ഒരു സ്ട്രോങ് എവിഡൻസ് വേണം മാഡം. നിനക്ക് കാര്യം മനസ്സിലായില്ലേ? നിന്റെ മൊഴി കൂടി വേണമെന്ന്. ഷൂട്ട് ചെയ്ത കൊലയാളിയെ മാഡം കണ്ടുവെന്നും അത് ജാക്കിയാണെന്ന് മാത്രം ഒരു മൊഴി തന്നാൽ മതി. ഈ നിമിഷം ഞങ്ങൾക്ക് അയാൾ അറസ്റ്റ് ചെയ്യാം. കാണാത്ത കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. നീ കാണണമെന്ന് ആര് പറഞ്ഞു?
ആ നായിന്റെ മനെ പിടിച്ച് അകത്തിടാൻ നിന്റെ ഒറ്റ മൊഴി മതി. മനുവേട്ടനെ കൊന്നത് സാഗറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സർ. പിന്നെ ആരാടി അവനെ കൊന്നത്? മനുവേട്ടന്റെ കൊലപാതകത്തിന് പിന്നിൽ ഈ ഇരിക്കുന്ന എന്റെ ചേട്ടനാണെന്ന് പറഞ്ഞാൽ പോലും ഞാൻ വിശ്വസിക്കും. പക്ഷേ സാഗർ അങ്ങനെ ചെയ്യില്ല, എനിക്ക് ഉറപ്പാ. മനുവേട്ടനും സാഗറും തമ്മിലുള്ള ബന്ധം മറ്റാരെക്കാളും നന്നായി എനിക്കറിയാം. ക്ഷമിക്കണം സർ, മനസാക്ഷിക്ക് വിരുദ്ധമായി എനിക്കൊന്നും പറയാനില്ല. നിന്റെ ഒരു മനസാക്ഷി ആരാടി നിനക്ക് ഈ ജാക്കി? Shut your mouth. നഷ്ടപ്പെട്ടത് എനിക്കാണ്, എനിക്ക് മാത്രം. ഒന്ന് കരയാൻ പോലും ശക്തിയില്ലാതെ നിൽക്കുന്ന എൻ്റെ അടുത്ത് ഇനി ഒരക്ഷരം മിണ്ടിയാലുണ്ടല്ലോ, ഇത്ര നാളും കണ്ട ഇന്ദുവിനെ ആയിരിക്കില്ല ഇനി നീ കാണുന്നത്. സോറി. സാഗർ ഏലിയാസ് ജാക്കി എന്ന പവർ ബ്രോക്കറിനെ കുറിച്ച് കേട്ട കഥകളിൽ നിന്ന് ഞാൻ തന്നെ സങ്കല്പിച്ചുണ്ടാക്കിയ ഒരു ഇമേജ് ഉണ്ടായിരുന്നു. ഒരു ബ്രൂട്ടൽ ഗാങ്സ്റ്റർ, റൈറ്റ്? സാഗറിനോട് ആരാധനയും ബഹുമാനവും തോന്നുന്ന ഒരു വാർത്ത ഞാനിന്ന് കേട്ടു. ദാറ്റ്സ് ട്രൂ ഫ്രം എ വുമൻ. CM-ന്റെ വീട്ടിൽ നിറഞ്ഞ ഇൻഫർമേഷൻ വെച്ച് നോക്കുമ്പോൾ പോലീസുകാരും സ്വന്തം സഹോദരനും നിങ്ങൾക്കെതിരെ പരാതി കൊടുക്കണമെന്ന് പലതവണ നിർബന്ധിച്ചപ്പോൾ തന്റെ ഭർത്താവിന്റെ കൊലപാതകത്തിന് പിന്നിൽ സ്വന്തം സഹോദരനെ സംശയിക്കേണ്ടി വന്നാലും സാഗറാണത് ചെയ്തതെന്ന് വിശ്വസിക്കാൻ താൻ തയ്യാറല്ലെന്നാണ് ഇന്ദു പറഞ്ഞത്. സാഗറിനോടുള്ള അവരുടെ വാക്കുകളിലെ ബഹുമാനവും വിശ്വാസവും